നമസ്കാരം, ജോസൂട്ടിയാണേ. അപ്പോൾ എൻ്റെ കൂടെ അഖിലുണ്ട്. നമ്മുടെ നാട്ടിൽ ചന്ദന തൈകൾ വീടുകളിൽ കൊണ്ട് വെച്ച് കൊടുക്കുന്ന നമ്മുടെ സുഹൃത്താണ് അഖിൽ. അപ്പോൾ അഖിൽ ഇപ്പോൾ നമ്മുടെ വീട്ടിൽ വന്നേക്കാണ്. ഒരു വണ്ടി നിറയെ, ഇപ്പോൾ ഇതിനകത്ത് വെട്ടം ഞാൻ കാണിക്കാം, ഒരു വണ്ടി നിറച്ച് ചന്ദന തൈയായിട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ വീട് മൊത്തം അങ്ങ് ചന്ദനം വെച്ചേക്കാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇന്ന് അത് പ്ലാൻ ചെയ്യുന്ന രീതിയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ വീട്ടിലും ചന്ദന തൈകൾ പ്ലാന്റ് ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ അഖിലിനെ വിളിക്കാവുന്നതാണ്. അഖിൽ വന്ന് നമ്മുടെ വീട്ടിൽ ചന്ദന തൈ വെച്ച് അതിനുള്ള വളമെല്ലാം ഇട്ട് റെഡിയാക്കി തന്നിട്ട് പോകും. നമ്മളൊന്നും അറിയണ്ട. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി. ഇതൊരു അസറ്റാണ് കേട്ടോ. നമ്മൾക്ക് ഭാവിയിലേക്കുള്ള ഒരു അസറ്റായിട്ട് നമുക്ക് ഈ ഒരു ചന്ദന മരങ്ങളെ കാത്തു സൂക്ഷിക്കാനായിട്ട് പറ്റും. അത് ഒറ്റയടിക്ക് വളരുമെന്ന് ചോദിച്ചാൽ വളരില്ല. അതൊരു സ്ലോ ഗ്രോത്താണ്. നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ നടത്തുന്ന അതേപോലെ തന്നെയുള്ള സ്ലോ ഗ്രോത്താണ്. പക്ഷേങ്കിൽ നമുക്കിത് പുറത്ത് വിൽക്കാൻ പറ്റുമോ? പുറത്ത് വയ്ക്കാൻ പറ്റത്തില്ല. ഗവൺമെൻറ് തന്നെ എടുത്തിട്ട് നമുക്ക് അതിനുള്ള നമ്മളുടെ അർഹതപ്പെട്ട പണം തരും. അതെ, അതിനുള്ള മൂല്യത്തിനുള്ള പണം നമുക്ക് നൽകുന്നതായിരിക്കും. വളരെ സുതാര്യമായിട്ടുള്ള ഒരു കൃഷിയും അതിൻ്റെ അതേപോലെ തന്നെയുള്ള ഒരു മാർക്കറ്റുമാണ് ചന്ദനത്തിനുള്ളത് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഗവൺമെൻറ് ഇപ്പോൾ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അഖിലിനെ കേരളത്തിലെമ്പാടും അങ്ങോളം ഇങ്ങോളം, കേരളത്തിൽ തന്നെയല്ല ഇന്ത്യ മിക്ക സ്ഥലങ്ങളിൽ ഇവരോട് പ്ലാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു യുവ സംരംഭകന് ഒരു പ്രോത്സാഹനം നിങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്തുനിന്ന് കൊടുക്കുമെന്ന് വിചാരിക്കുകയാണ്. അഖിലിൻ്റെ നമ്പർ എന്ന് പറയാമോ? 97 47 11 5 6 11. ഓക്കെ, നമ്പർ ഡിസ്പ്ലേയിലും കൊടുക്കാം. ഈ നമ്പറിൽ വിളിച്ചാൽ മതി. അപ്പോൾ നമുക്കിത് പ്ലാൻ ചെയ്യുന്നത് കാണാം കേട്ടോ. ഇത് ഞങ്ങൾ വീടുകളിലെത്തി കുഴിയെടുത്ത് വളവിട്ട് നട്ട് വെച്ച് 5 വർഷത്തെ റീപ്ലേസ്മെൻറ്റ് വാറൻറ്റിയോട് കൂടിയും 5 വർഷത്തെ ഒരു സപ്പോർട്ട് കൂടിയും ഞങ്ങൾ ചന്ദന മരങ്ങൾ വെച്ച് കൊടുക്കുകയാണ് ചെയ്തു വരുന്നത്. നിലവിൽ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ എല്ലാ ജില്ലകളിലും ഞങ്ങൾക്ക് കസ്റ്റമർ ദൈവം അനുഗ്രഹിച്ച് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ റിസൾട്ടും കിട്ടുന്നുണ്ട്. അവർക്ക് വെച്ച് കൊടുക്കുന്നത് അതിന് പോരായ്മകളുണ്ട്, അതൊന്നും ഞങ്ങൾ പരിഹരിച്ച് കൊടുത്ത് വരുന്നുമുണ്ട്. ചന്ദന മരങ്ങൾ നമ്മൾ ബാഗിലോട്ട് എടുത്ത് നടുമ്പോഴാണ് പൊന്നങ്കണ്ണി ചീര വെക്കുന്നത്. അതെടുത്ത് മണ്ണിലേക്ക് നടുമ്പോൾ നമ്മൾ ഈ തുമരപ്പയറിൻ്റെ വിത്തോ വെച്ച് കൊടുക്കണം. എന്നാൽ മാത്രമേ ഉള്ളൂ ഇത് പെട്ടെന്ന് കയറി. ഇത് നൈട്രജൻ കൂടുതലല്ല തുമരപ്പയറിന്. അപ്പോൾ ഇത് നൈട്രജൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് തുമരപ്പയർ വെച്ച് കൊടുക്കുന്നത്. തുമരപ്പയർ ഒരു വർഷമൊക്കെ ഉള്ളൂ. തുമരപ്പയർ 1 വർഷം 1.5 വർഷമൊക്കെ ഉള്ളൂ തുമരപ്പയറിൻ്റെ ആയുസ് ഉണ്ടാവുകയുള്ളൂ. ഇതിൽ വിത്തുണ്ടാവും. അത് വിത്തെടുത്ത് വീണ്ടും ഇടുക. അതിന് ശേഷം ഒരു 3 വർഷം കഴിയുമ്പോൾ വീണ്ടും ഈ ഫ്രൂട്ട്സ് പ്ലാന്റ് ആയിട്ടുള്ള ഈ പ്ലാവ്, മാവ് അങ്ങനെയുള്ള ഇതും കൂടി ഇതിനിടയ്ക്ക് അവിടെ വെക്കാം. നമുക്ക് അങ്ങനെ ഇതിൻ്റെ ചുവട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന്, അല്ലെങ്കിൽ 4 എണ്ണത്തിന് നടുക്കൊരു പ്ലാവ് അങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കയറി വരും. അപ്പോൾ ഒരു 3-4 കൊല്ലത്തിന് കഴിയുമ്പം ഒരു നല്ല രീതിയിലുള്ള ഒരു ഗ്രോത്ത് ഇതിന് കിട്ടും. ഞങ്ങൾ ചെയ്യുന്നത് മറയൂരിൽ നിന്ന് സീഡ് എടുത്ത് ജെർമിനേഷൻ ചെയ്ത് തൈയാക്കി എടുക്കുവാണ് ചെയ്യുന്നത്. ഇതാണ് നമുക്ക് മറയൂരിൽ നിന്ന് കിട്ടുന്ന സീഡ്. ഇത് ചുമ വെച്ചാലും കിളുത്ത് കയറി വരത്തില്ല. ഇത് ജെർമിനേഷൻ ചെയ്യുന്ന കുറച്ച് പ്രോസസ്സുണ്ട്. എന്നാൽ ചെയ്ത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ വിത്ത് കയറി വരുവുള്ളൂ, കിളുത്ത് കയറി വരുവുള്ളൂ. ഒരു 8 മാസത്തോളം 7-8 മാസത്തോളം ആകുമ്പോഴാണ് ഇങ്ങനെ ആയി വരുന്നത്. 8 മാസം ഇത് നമ്മൾ സെറ്റായാൽ ഇതുപോലെ ചെടിയായിട്ട് വരും. ആ ചെടിയാണ് നമ്മൾ അതെ, വീടുകളിൽ വെച്ച് കൊടുക്കുന്നത്. അപ്പം നമുക്ക് ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 എണ്ണത്തിന് മേളിലെടുക്കുന്നവർക്ക് ഒരു തവണ റീപ്ലേസ്മെൻറ്റ് വാറൻറ്റി കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഇത് വിശ്വസിച്ചാണ് കസ്റ്റമർ ഇത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്ഥലം മാറ്റിയിടുന്നത്. അപ്പോൾ അവർക്ക് നമുക്ക് ഒരു തവണത്തേക്ക് മാത്രം, അത് കോമൺ ആയിട്ടുണ്ടാകുന്ന വെള്ളപ്പൊക്കം, മണ്ണിടിച്ചിൽ, കാറ്റ് തൊടിഞ്ഞു പോവുകയോ ചെയ്താൽ നമുക്ക് ഒരു തവണത്തേക്ക് മാത്രം റീപ്ലേസ്മെൻറ്റ് വാറൻറ്റി കൊടുക്കാം. ചന്ദനമരം നടാൻ വേണ്ടിയിട്ടുള്ള കുഴി എടുക്കുന്നതാണ് ഇപ്പം കാണിച്ചു തരാം. NPK വളമാണ് ചെയ്യുന്നത്. അത് നമ്മൾ ആദ്യമേ ഒരു ലെയർ ഇടുക, എന്നിട്ട് മണ്ണ് മൂടി വീണ്ടും ഒരു ലെയർ ഇടുക, എന്നിട്ട് മണ്ണ് മൂടി തൈ നട്ടു വെക്കുക. ഇത്രേ ഉള്ളൂ സംഭവം. അപ്പോൾ ഇതിൻ്റെ നടുക്ക് നമ്മൾ അവിടെ എടുത്ത തുമരപ്പയറും കൂടി ഇത്ര ഒരു അടി അകലത്തിൽ നടുക. അതിന് ശേഷം ഇപ്പം നല്ല മഴ സമയം ആയതുകൊണ്ട് ഇതിന് ചുവട് കൂണ കൂട്ടി കൊടുക്കണം. എന്നാൽ മാത്രമേ ഉള്ളൂ വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. ഒരുപാട് വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാൽ വെള്ളം ഇറങ്ങി ഇതിൻ്റെ ഇല മഞ്ഞ കളറിലായി പിഴുതു പോവും. ഇല മീൻസ് പറഞ്ഞു പോവും. അങ്ങനെ ഉണ്ടാവരുത്. അങ്ങനെ
അങ്ങനെ ഇങ്ങനെയാണ് നട്ടു വെക്കേണ്ടത്. അതിനുശേഷം ഈ തുമരപ്പയർ ഇപ്പം നമ്മൾ വെക്കാൻ പോകുന്ന തുമരപ്പയർ ഒരു കൊല്ലം കൊണ്ട് ഏകദേശം ഇതിനെ ഡെവലപ്പ് ചെയ്തെടുത്തുകൊണ്ട് വരും. അതിനുശേഷം ഒരു 2 കൊല്ലം 3 കൊല്ലമൊക്കെ കഴിയുമ്പോൾ ഇതിനെ ഇത്ര ഒരു അകലത്തിൽ ഒരു 3 അടി അകലത്തിലോ അല്ലെങ്കിൽ 4 അടി അകലത്തിലോ പ്ലാവോ മാവോ അരിവെപ്പോ നെല്ലിയോ ഒക്കെ വെക്കുന്നത് ഇതിന് നല്ലതാണ്. അങ്ങനെയാണ് ഇതിനൊരു കോസ്റ്റ്. ഓരോ സ്റ്റേജ് അനുസരിച്ച് ഇതിന് ഫുഡും മറ്റു കാര്യങ്ങളും കിട്ടുന്നതനുസരിച്ച് ഇത് ഡെവലപ്പ് ചെയ്ത് കയറി വരും. നല്ല രീതിയിൽ വളം കൊടുത്തു കഴിഞ്ഞാൽ 15-20 വർഷത്തിനുള്ളിൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടാൻ പറ്റും. ഞങ്ങൾക്ക് ഇതിന് കിട്ടുന്നതിൻ്റെ ഒരു പ്രോഫിറ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു വീതം ഞങ്ങൾ ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾക്ക്, അതായത് 10 വയസ്സിന് താഴോട്ടുള്ള 10 വയസ്സിന് താഴോട്ടുള്ള കുട്ടികൾ, പെൺകുട്ടികളായിക്കോട്ടെ ആൺകുട്ടികളായിക്കോട്ടെ, അവർക്ക് നമ്മൾ ചന്ദനത്തൈകൾ ഫ്രീ ആയിട്ട് ഒരു ചന്ദനമരവും അതിന് വേണ്ട വളവും ഞങ്ങൾ ഫ്രീ ആയിട്ട് കൊറിയർ ചെയ്ത് കൊടുക്കുന്നുമുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ പോകുന്ന റൂട്ടിലൊക്കെയാണെങ്കിൽ ഞങ്ങൾ വെച്ച് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ കാരണം അവരെയും കൂടി നമുക്ക് സംരക്ഷിക്കാനുള്ള ഒരു കടമയും ഉത്തരവാദിത്വം നമുക്കും കൂടി ഉള്ളതാണ്. അപ്പോൾ ഞങ്ങളും അതിനോടൊപ്പം അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിവത് ഈ വീഡിയോ കാണുന്ന ആൾക്കാരല്ല അവരുടെ മാതാപിതാക്കന്മാരുണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെട്ട ഞങ്ങൾ ഫ്രീ ആയിട്ട് തന്നെ അവർക്ക് കൊറിയർ ചെയ്ത് എത്തിച്ച് കൊടുക്കുന്നുമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചന്ദനമരത്തിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ ഇവർ പറഞ്ഞൊരു പ്രത്യേക കാര്യമുണ്ട്. ഭിന്നശേഷിക്കാരായ നമ്മുടെ കുട്ടികൾ, നമ്മുടെ സഹോദരങ്ങളെ, അവരെ കൂടെ ഈ സമൂഹത്തിൽ ചേർത്ത് പിടിക്കുവാനായിട്ട് ഇവർ നടത്തുന്നൊരു ശ്രമമുണ്ട്. അതായത് ഒരു ചന്ദനമരം വീതം 10 വയസ്സിന് താഴേക്കുള്ള ഭിന്നശേഷിക്കാരായ കുട്ടികൾ നമ്മുടെ കേരളത്തിൽ എവിടെയാണെങ്കിലും അവരുടെ വീട്ടിൽ ഒരു ചന്ദനമരം ഒരു അസറ്റായിട്ട് ഇരിക്കത്തക്ക രീതിയിൽ ഇവരത് വീട്ടിലേക്കുള്ള മരവും അതിന് വീട്ടിലേക്കുള്ള വളങ്ങളും എല്ലാമായിട്ട് അവർ നിങ്ങൾക്ക് കൊറിയർ അയച്ചു തരും. എടുത്ത് വെച്ചാൽ മാത്രം മതി. അപ്പോൾ ഈ ഒരു കാര്യം വളരെ നല്ലതായിട്ട് ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ സമൂഹത്തിലേക്ക് എത്തപ്പെടണം. തീർച്ചയായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്യുക. അങ്ങനെയുള്ള ആൾക്കാരെ നിങ്ങൾക്കറിയാമെങ്കിൽ അവരെ ഈ വീഡിയോയ്ക്ക് അടിയിലേക്ക് മെൻഷൻ ചെയ്യുക. എന്നിട്ട് അവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അവർക്കും ഒരു അസറ്റ് ആവട്ടെ. നമ്മൾ ആരെയും മാറ്റി നിർത്തുന്നില്ല. വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ചന്ദനമരത്തെ പറ്റിയുള്ള പരിമിതമായ അറിവും ഭയപ്പെടുത്തുന്ന കഥകളുമാണ് പലരും ഇതിനെപ്പറ്റിയുള്ള തെറ്റിദ്ധാരണ. ചന്ദനമരം 100 കൊല്ലം എടുക്കും, 50 കൊല്ലം എടുക്കും, അങ്ങനെയല്ല. ഇത് നല്ല രീതിയിൽ പ്രോപ്പർ വളവും കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അധികം താമസിക്കാതെ നല്ല രീതിയിൽ റിസൾട്ട് ഇതിന് കിട്ടും. അപ്പോൾ ഒരു 10-25 വർഷം കൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് റിട്ടേൺ. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ എല്ലാ വീടുകളിലേക്കും ഒരു ചന്ദനമരം വളർന്നു വരട്ടെ. ഗവൺമെൻറ് ഇപ്പോൾ ഇതിനെ നല്ലോണം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. കാരണം ഗവൺമെൻറ് തന്നെ പറയുന്നത് ഈ സാധനം നമുക്ക് ആവശ്യത്തിന് കിട്ടാനില്ല എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും പുതിയൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.